ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2015 ഒരു ഡിക്റ്റേറ്റീവ് ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ജീനിയസ് ഡിക്റ്റേറ്റീവ് മിറ്ററായി എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ ഡിക്റ്റേറ്റീവ് ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോഴത്തേക്കും ഒരു ഡിക്റ്റേറ്റീവ് മൂവിയാണെന്ന് പറയുമ്പോൾ തന്നെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കേസ് അന്വേഷിച്ച് പോകുമ്പോഴത്തേക്കും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളും ത്രില്ലിംഗ് ആയിട്ട് കൊണ്ടുപോകുന്ന സ്റ്റോറി ലൈനും ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ആ ഒരു സ്റ്റോറി ഒട്ടും നിരാശപ്പെടുത്തത്തില്ല. അതുപോലെ തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു മൂവിയും. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിന് കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. അപ്പോൾ ഇനിയും കൂടുതലായിട്ട് പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ ഒരു FM സ്റ്റേഷനിലേക്ക് കോൾ ചെയ്തിട്ടുള്ള ഒരു സാധാരണ ഒരാൾ വിളിച്ച ആ ഒരാളാണെങ്കിൽ സാധാരണ പറയുന്നത് പോലെയല്ല, വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ആ ഒരു FM-ലൂടെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരാൾ ഈ FM-ൽ പറഞ്ഞ ആ ഒരു കഥ അത് കേട്ട ഒരു നോവലിസ്റ്റ്, ആ ഒരു നോവലിസ്റ്റിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള നമ്മുടെ ഈ മൂവിയിലെ ഹീറോ അവനോട് ഇങ്ങനെ പറയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഒരു പേര് കൊടുക്കണമല്ലോ, എന്തായാലും നമുക്ക് സാം എന്ന് വിളിക്കാം. സാം ആണെങ്കിൽ അതിബുദ്ധിമാനായിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവാണ്. അപ്പോൾ ഫ്രണ്ട് പറഞ്ഞ ആ ഒരു കഥ അതെന്താണെന്ന് കേൾക്കുമ്പോഴത്തേക്കാണ് സമയം രാത്രി 8 മണി. വെളിയിലാണെങ്കിൽ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ആ ഒരു മഴയത്ത് ഒരു ചുവപ്പും ഓറഞ്ചും കലർന്ന കളറുള്ള ഒരു കുട പിടിച്ചിട്ട് വൈറ്റ് ഡ്രസ് ഇട്ടുള്ള ഒരു പെണ്ണ് അങ്ങനെ നടന്നു പോകുന്നു. ഇപ്പോൾ അവള് ഒരു അപ്പാർട്ട്മെന്റിന്റെ അടുത്തായിട്ട് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കാണ്. അതേസമയം തന്നെ ആ ഒരു പെണ്ണിനെ ആ ഒരു അപ്പാർട്ട്മെന്റിലെ 2ാമത്തെ നിലയിൽ താമസിക്കുന്ന ഒരുത്തൻ മുകളിൽ നിന്നിട്ട് ഈ ഒരു പെണ്ണ് താഴെ നിൽക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നടന്ന ഈ ഒരു കാര്യമാണ് ഇവൻ FM സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ എന്താണ് വിഷയം എന്ന് വെച്ചാൽ, ആ ഒരു പെണ്ണിന്റെ മുഖം എന്തായാലും ഇവൻ കണ്ടില്ല. അതുമല്ല, റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിന്ന ആ ഒരു പെണ്ണ് സിഗ്നൽ കാണിച്ചിട്ടും റോഡ് ക്രോസ് ചെയ്യാതെ അവിടെ തന്നെ നിൽക്കാണ്. ഷെടാ, ഈ പെണ്ണെന്താ ഇങ്ങനെ കാണിക്കുന്നത് എന്നാലോചിച്ചിട്ട് അവൻ മുകളിൽ നിൽക്കുന്നതും ഈ പെണ്ണെന്താ ചെയ്യുന്നത് വെച്ചാൽ, പെട്ടെന്ന് അവിടെ നിന്ന് ആ ഒരു കുട മടക്കിയിട്ട് കുട എടുത്ത് റോഡിലേക്ക് ഇടും. അത് കഴിഞ്ഞ് ആരും കാണാതെ ആ ഒരു റോഡിന്റെ മറ്റൊരു വശത്തേക്ക് പോയി ഒളിച്ചിങ്ങനെ ഇരിക്കും. അതേസമയം അതിലേ വന്ന ഒരു കാറ് ഈ ഒരു കുടയിൽ കയറിയില്ല എന്നുള്ള രീതിയിൽ പാസ് ചെയ്തിങ്ങനെ പോകുന്നതും, അത് കഴിഞ്ഞിട്ട് ഒരു 4-5 കാറ് ഈ ഒരു കുടയുടെ അടുത്തൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതൊന്നും കയറുന്നില്ല. അതിനിടയ്ക്ക് വന്ന ഒരു കാറ് ഈ ഒരു കുടയുടെ മുകളിലേക്ക് കയറി കുട അങ്ങ് കേടാവുന്നതും, ഇതിനു വേണ്ടി ആ ഒരു പെണ്ണ് കാത്തു നിന്നതുപോലെ ഓടി വന്നിട്ട് ആ ഒരു കുടയും എടുത്ത് മഴയും നനഞ്ഞ് അവിടെ നിന്ന് പോവാണ്. അതുപോലെ നടന്നു പോകുന്ന ആ ഒരു പെണ്ണിന്റെ കയ്യിലാണെങ്കിൽ ഈ ഒരു കേടായിട്ടുള്ള കുടയും അതേപോലെ തന്നെ ഒരു ക്യാരി ബാഗും ഉണ്ട്. ഇപ്പൊ ഇവിടെ നടന്ന ഈ ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്കും കാണുന്നത് നമുക്ക് തന്നെ ഡിഫറെന്റ് ആയിട്ട് തോന്നില്ലേ? അത് തന്നെയാണ് അവനും തോന്നിയത്. കാരണം സാധാരണ മഴ പെയ്യുമ്പോൾ മഴ നനയാതെയാണ് നമ്മൾ പോകാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ അവളാണെങ്കിൽ ആ ഒരു കുടയും നശിപ്പിച്ച് മഴയും നനഞ്ഞുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അവൻ ആ ഒരു കാര്യം FM-ൽ വിളിച്ച് പറഞ്ഞത്. അങ്ങനെ ഈ ഒരു കഥയാണ് നമ്മുടെ നോവലിസ്റ്റ് ഫ്രണ്ട് ഹീറോയോട് പറയുന്നത്. അപ്പോൾ സാമ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ആ ഒരു പെണ്ണ് എന്തായാലും കുട മഴയിൽ കേടാക്കിയിട്ട് നടന്ന് പോകണമെന്നുണ്ടെങ്കിൽ മഴ നനയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ അവളുടെ ഡ്രസ്സിൽ എന്തെങ്കിലും ഒരു കറ ഉണ്ടായിരിക്കണം. അത് മറ്റാരും കണ്ട് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മഴയത്ത് നനഞ്ഞ് ആ ഒരു കറ മാറ്റാനായിട്ട് അവൾ ശ്രമിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ സാധാരണയായിട്ടുള്ള ചെളിയോ മറ്റോ കാര്യങ്ങളോ പറ്റിയിട്ട് ആ ഒരു ചെളി ഇത്രയും വലിയ മഴയിൽ ആ ഒരു കുടയും നശിപ്പിച്ച് ഈ ഒരു രീതിയിൽ കഴുകി കളയേണ്ട ഒരാവശ്യമില്ല അതൊരു സാധാരണ പെൺകുട്ടിക്ക്. പക്ഷേ അങ്ങനെ ഇത്രയും റിസ്ക് എടുത്ത് ഈ ഒരു കാര്യം അവൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവളുടെ ഡ്രസ്സിൽ ഉണ്ടായിരുന്നത് ഒരിക്കലും സാധാരണ ഒരു കറയല്ല, അത് രക്തക്കറയാവാനായിട്ടാണ് സാധ്യത എന്ന് നമ്മുടെ ഹീറോ സാം ഒരു കാര്യം ഇങ്ങനെ പറയുന്നതും, ഹീറോ പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവിക്കുന്നതെന്ന് കാണിച്ചുകൊണ്ട് ആ വൈറ്റ് ഡ്രസ് ഇട്ടുള്ള ഒരു പെണ്ണുണ്ടല്ലോ, അവളുടെ ഡ്രസ്സിൽ രക്തം പറ്റിയതുപോലെയും അതേപോലെ തന്നെ അതെടുത്ത് വാഷിംഗ് മെഷീനിൽ കഴുകാനായിട്ട് ഇടുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ സാം, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു പെണ്ണ് നിന്ന ആ ഒരു സ്ഥലത്ത് എവിടെയോ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. ആ ഒരു കൊലയ്ക്ക് കാരണം ഈ ഒരു പെണ്ണായിരിക്കണം. അതുകൊണ്ടാണ് ഇവളുടെ ശരീരത്ത് ആ രക്തക്കറയുണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാമിനെ ഡിപ്പാർട്ട്മെന്റിൽ അറിയുന്ന ഒരാളുണ്ട്. അയാളിങ്ങനെ വിളിച്ചു നോക്കുമ്പോഴത്തേക്കും അയാൾ അവിടെ ഇല്ല. പകരം ഡിപ്പാർട്ട്മെന്റിൽ പുതുതായിട്ട് ജോയിൻ ചെയ്ത ഒരു ലേഡി പോലീസുകാരിയാണ്. അങ്ങനെ അവർ ഫോൺ എടുക്കുന്നതും ഹീറോ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം അവരോട് പറയാണ്. അതേസമയം തന്നെ അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറഞ്ഞതുപോലെ തന്നെയാണ് ആ ഒരു പെണ്ണിനെ കണ്ട ആ ഒരു സറൗണ്ടിൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. 42 വയസ്സുള്ള ഒരു സ്ത്രീയെ അവരുടെ വീടിനകത്ത് വെച്ച് തന്നെ കഴുത്തിൽ കത്തി ഇറക്കി കൊന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലേഡി പോലീസുകാരിക്കാണെങ്കിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഇന്നലെ ഒരുത്തൻ വിളിച്ച് കൊലപാതകം നടന്നിട്ടുണ്ടെന്ന് പറയുന്നു, അതേപോലെ ഇത് ഇപ്പോൾ നടക്കുകയും ചെയ്തു. ഇതെങ്ങനെയാണെന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു ഇൻസ്പെക്ടറിനോട് സംസാരിച്ച് രണ്ടുപേരും ആ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ അവർക്ക് മുന്നേ എന്തായാലും നമ്മുടെ ഹീറോ അവിടെ തന്നെ ഉണ്ട്. അതുമല്ല, നമ്മുടെ ഹീറോ അവിടെ നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും ലേഡി ഓഫീസറിനാണെങ്കിൽ നല്ല ദേഷ്യമുണ്ട്. പക്ഷേ ഇൻസ്പെക്ടർ ഒന്നും പറയാത്തത് കൊണ്ട് അവൾക്കൊന്നും മിണ്ടാൻ കഴിയുന്നില്ല. അങ്ങനെ നമ്മുടെ ഹീറോയും 1-2 പോലീസുകാരും നേരെ അകത്തേക്ക് പോയിട്ട് ആ ഒരു വയസ്സായിട്ടുള്ള സ്ത്രീയുടെ ശരീരം ഇങ്ങനെ കാണുന്നതും അവിടെയാണ് ഒരു 1-1.5 ട്വിസ്റ്റ് എന്താണെന്ന് കാണിക്കുമ്പോൾ
ഇവർ നിൽക്കുന്ന ആ ഒരു റൂമിന്റെ അടുത്ത റൂമില് ഹീറോ ഏതൊരു പെണ്ണിനാണോ കൊലയാളി എന്ന് പറഞ്ഞത് അതേ പെണ്ണ് മരിച്ചു കിടക്കുന്നു. അതുമല്ലാതെ ആ ഒരു പെണ്ണിന്റെ കാലിനടുത്തായിട്ട് ചെളിയും മറ്റും പറ്റിയിരിപ്പുണ്ട്. പക്ഷെ ഇന്നലെ ആ ഒരു FM റേഡിയോയില് വിളിച്ചു പറഞ്ഞവൻ ആ ഒരു പെണ്ണ് പ്യുവർ ആയിട്ടുള്ള വെള്ള കളർ ഡ്രസ്സാണ് ഇട്ടിരുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ അവളുടെ ഡ്രസ്സിൽ ഇതേപോലെ ചെടിയോ മറ്റു കണ്ടിരുന്നെങ്കിൽ ആ ഒരു കാര്യം അവൻ എന്തായാലും പറഞ്ഞേനെ. അങ്ങനെയാണെങ്കിൽ ആ ഒരു സംഭവത്തിന് ശേഷമായിരിക്കണം ഇവളുടെ ഡ്രസ്സിൽ കറയുണ്ടായിരുന്നത്. അതുമല്ലാതെ നമ്മുടെ ഹീറോ വിശ്വസിക്കുന്നത് ഈ ഒരു പെണ്ണാണ് ആ ഒരു സ്ത്രീയെ കൊന്നതെന്നാണ്. പക്ഷേ ഇവിടെ നിന്നും ആ ഒരു സ്ത്രീയെ കൊന്നിട്ട് പോയ പെണ്ണ് പിന്നെ ഇതിന് തിരിച്ച് ഇവിടേക്ക് തന്നെ വരണം. അതുപോലെ ഈ ഒരു പെണ്ണിന്റെ ശരീരത്തിലാണെങ്കിൽ മുറിവുള്ള പാടുകളോ ഒന്നും കാണാനുമില്ല. അതുകൊണ്ട് തന്നെ അവൾ എങ്ങനെയാണ് മരിച്ചതെന്നും ഇവർക്ക് അറിയത്തില്ല. അങ്ങനെ സാം എന്താ ചെയ്യുന്ന വെച്ചാല് ഈ ഒരു കേസ് അന്വേഷിക്കുന്ന ആ ഒരു പോലീസുകാരനെ അടുത്തൊരു റൂമിലേക്ക് വിളിച്ചിരുത്തിയിട്ട് അയാളോട് പതിയെ ചെവിയിൽ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. കാരണം പെട്ടെന്ന് ഒരു ഡിറ്റക്റ്റീവ് ആണെങ്കിൽ പെട്ടെന്ന് ഈ ഒരു പോലീസുകാരുടെ കേസിൽ പോയിട്ട് ഇടപെടാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻസ്പെക്ടറിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ രക്തക്കറ പറ്റിയ ആ ഒരു തുണി വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നാണ്. അതുമല്ല അങ്ങനെ ഒരു പക്ഷെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ വാഷ് ചെയ്യാനുള്ള ആ ഒരു പൗഡർ ഇടുമല്ലോ, അപ്പോഴേക്കും ലുമിനൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു റിയാക്ഷൻ ഉണ്ടാവും. അതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ രണ്ട് ചോദ്യത്തിനും അതേന്നാണ് ആ ഒരു പോലീസുകാരൻ മറുപടി പറയുന്നത്. അപ്പോൾ മരിച്ചുപോയ പെണ്ണിനെ നമുക്ക് എന്തായാലും സാറ എന്ന് പറയാം. അവളാണ് ഇതുവരയ്ക്കും ആ ഒരു സ്ത്രീയെ കൊന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യം. അപ്പോഴേക്കും ഹീറോ ചോദിക്കും, അല്ല സാറയുടെ ഡ്രസ്സിലും ലുമിനൻസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനും ആ ഒരു പോലീസുകാരൻ അതേന്നിങ്ങനെ പറയുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്ത്രീയെ ഈ ഒരു വീട്ടിൽ വെച്ച് തന്നെയാണ് ഈ ഒരു പെണ്ണ് കൊന്നിട്ടുള്ളത്. അതുമല്ലാതെ അവളുടെ തുണിയാണെങ്കിൽ ഇവിടെയുള്ള വാഷിംഗ് മെഷീനിൽ അവൾ അലക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് അത് ഉണങ്ങുന്നില്ലല്ലോ പെട്ടെന്ന്. അതുമല്ലാതെ ഇവിടെയുള്ള ആ ഒരു സ്ത്രീ ആണെങ്കിൽ ഇത്തിരി ശരീരമുള്ളവരാണ്. അവരുടെ ഡ്രസ്സാണെങ്കിൽ അവൾക്ക് ചേരത്തുമില്ല. കൂടാതെ വെളിയിലാണെങ്കിൽ നല്ല രീതിയിൽ മഴയും പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഴയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവളുടെ ഡ്രസ്സ് നനയുന്നത് പോലെ തന്നെ അവൾക്ക് മാച്ച് ചെയ്തിട്ട് മറ്റാരും സംശയിക്കാതെ പോകാനും കഴിയും. അതുകൊണ്ട് തന്നെയാണ് അവൾ ആ ഒരു കുട നശിപ്പിച്ച് മഴയിൽ നനഞ്ഞും പോയിട്ടുള്ളത്. പക്ഷെ ഇത്രയൊക്കെ കാര്യങ്ങൾ സാം കണ്ടുപിടിച്ചാലും ഇവിടെ വെച്ച് കൊല നടത്തിയിട്ട് പോയ ആ ഒരു പെണ്ണ് എന്തിന് വീണ്ടും തിരിച്ച് ഇവിടേക്ക് വരണം? അവളെ ആരാണ് കൊന്നിട്ടുള്ളത്? അതിനുത്തരം ഇതുവരെയും കിട്ടിയിട്ടില്ല. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വീട്ടിൽ നിന്ന് കിട്ടിയ മറ്റ് തെളിവുകളെല്ലാം ഇങ്ങനെ പരിശോധിക്കുകയാണ്. വേറെ ഒന്നുമില്ല, ഇന്നലെ ആ ഒരു പെണ്ണിനെ കാണുമ്പോഴത്തേക്കും ഒരു ക്യാരി ബാഗും അതേപോലെ തന്നെ ആ ഒരു നശിച്ച കൊടയും അതുകൊണ്ടായിരുന്നല്ലോ. ഇത് രണ്ട് ഈ ഒരു വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് മാത്രമാണ് ഇവർക്ക് കിട്ടുന്നത്. ഒരു വശത്ത് ആ ഒരു ക്യാരി ബാഗില് ആ ഒരു സ്ത്രീയെ കൊന്ന കത്തിയുണ്ടല്ലോ, ആ ഒരു കത്തിയുണ്ട്. അതിലാണെങ്കിൽ ഒരു വിരലടയാളം പോലും ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അതുപോലെ രണ്ടാമത്തെ ആ ഒരു കൊടിയുടെ ഭാഗത്താണെങ്കിൽ ആ മരിച്ചുപോയ സ്ത്രീയുടെ പേരും അവരുടെ വീടിന്റെ അഡ്രസ്സും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സാറ ഈ ഒരു സ്ത്രീയെ കൊന്നിട്ട് വെളിയിലേക്ക് പോകുമ്പോഴത്തേക്കും ഇവരുടെ കൊടയും എടുത്തിട്ടാണ് വെളിയിലേക്ക് പോയിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു കാര്യം നോക്കി നമ്മുടെ ഹീറോ പെട്ടെന്ന് വീട്ടിലെ ചെരുപ്പെല്ലാം വെക്കുന്ന ആ ഒരു റാക്ക് ഉണ്ടല്ലോ, അതിലേക്ക് അങ്ങനെ നോക്കിയിട്ട് മരിച്ചു കിടക്കുന്ന ആ ഒരു സ്ത്രീയുള്ള ആ ഒരു സ്ഥലത്തേക്ക് സാം അങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കാണ് ആ ഒരു സ്ത്രീയുടെ ശരീരം പോലീസുകാർ അവിടെ നിന്ന് എടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ വെറും തറയിലാണ് അവൻ നോക്കിയിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആന്റിയുടെ കഴുത്തിൽ നിന്ന് വന്ന ആ ഒരു രക്തം മൊത്തമായിട്ടും തറയിൽ പരക്കാതെ ഇപ്പോൾ കഴുത്തിനടിയിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ടേബിളോ മറ്റോ ഉണ്ടെങ്കിൽ അതിനടിയിൽ എങ്ങനെയായിരിക്കും രക്തം പടർന്നു പിടിക്കുന്നത്? ആ ഒരു രീതിയിലാണ് പടർന്ന് പിടിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ മരിച്ച സ്ത്രീയുടെ തലയ്ക്ക് താഴെയായിട്ട് എന്തോ ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ സാർ എന്തായാലും ആ ഒരു കാര്യം എടുത്തിട്ട് പോയിട്ടുണ്ട്. അതുമല്ല ഈ ഒരു വീട്ടിൽ കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ വേറൊരാളുടെ വേറെ എന്തെങ്കിലും സാമ്പിളുകളോ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. കാരണം സാറ് എന്തായാലും ഈ ഒരു കൊല ചെയ്തിട്ട് അവള് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഇവിടെയുള്ള എല്ലാ കൈരേഖകളും എല്ലാ തെളിവുകളും അവൾ നശിപ്പിച്ചു കാണും. അതുകൊണ്ടാണ് ആ ഒരു സ്ത്രീയുടെ തലയുടെ താഴെ ഇരുന്ന ആ ഒരു സാധനവും അവൾ എടുത്തുകൊണ്ട് പോയിട്ടുള്ളത്. പക്ഷെ അത് എന്താണെന്ന് ഇപ്പോഴും ഇവർക്ക് അറിയത്തില്ല. പക്ഷെ ഇതിലൊരു സംശയം എന്താണെന്ന് വെച്ചാൽ സാറ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുള്ളത് ആ ഒരു ക്യാരി ബാഗ് കൂടെ ഇത് മാത്രമാണ്. പക്ഷെ ഇവർ ആ ഒരു ക്യാരി ബാഗ് പരിശോധിക്കുമ്പോഴത്തേക്കും അതിൽ ആ ഒരു സ്ത്രീയെ കൊല്ലാനായിട്ട് ഉപയോഗിച്ച കത്തിയല്ലാതെ വേറെ ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്ത്രീയുടെ തലയുടെ താഴെ ഇരുന്ന ആ ഒരു കാര്യം അത് സാറ് എടുത്തിട്ട് പോയിട്ട് എവിടെയായിരിക്കും കൊണ്ടുവച്ചിട്ടുള്ളത്? അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ സാം ആന്റിയുടെ റൂമിന്റെ ആ ഒരു ജനലയുടെ ഭാഗത്ത് നിന്നും ഒരു സൂര്യാന്തി പൂവിന്റെ സീഡുണ്ടല്ലോ അതിങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോഴും ഒരു കാര്യം ചിന്തിക്കുകയാണ്, ഈ ഒരു വിത്തിന് സംബന്ധമായിട്ടുള്ള ഒരു കാര്യവും ഇവിടെ അടുത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വിത്ത് എങ്ങനെ ഇവിടെ വന്നു? അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ, ഇൻസ്പെക്ടർ, ലേഡി പോലീസ് ഓഫീസർ, ഹീറോയുടെ ആ ഒരു ഫ്രണ്ട്, ഇവരെല്ലാവരും കൂടി ചേർന്ന് ആ ഒരു ക്രൈം സീനിലെടുത്ത ഓരോ ഫോട്ടോസായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോ ആ ഒരു വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും ഈ ചെരുപ്പെല്ലാം വെക്കുന്ന ആ ഒരു റാക്ക് കണ്ടിരുന്നല്ലോ, അത് അവിടെ വെച്ച് നമ്മുടെ ഹീറോ നോട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ അതിൽ നോക്കുമ്പോഴത്തേക്കും ആ ഒരു സ്റ്റാൻഡിൽ ഓരോ ചെരുപ്പായിട്ട് നല്ലതുപോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുമല്ലാതെ ആ ഒരു ചെരുപ്പിനടിയിലായിട്ടാണെങ്കിൽ മണ്ണോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അത് വേറെ ഒന്നുമല്ല, ആ ഒരു സാറ എന്ന് പറഞ്ഞ പെണ്ണ് തെളിവുകളെല്ലാം നശിപ്പിക്കുമ്പോൾ ഈ ഒരു ചെരുപ്പിനടിയിലെ മണ്ണ് വരെ അവൾ വൃത്തിയാക്കിയിട്ടാണ് പോയിട്ടുള്ളത്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ സാറ എന്ന് പറഞ്ഞ ഒരു പെണ്ണ് മരിച്ചു കിടക്കുന്ന സമയത്ത് അവളുടെ കാലിൽ ഏത് ഷൂ ആണോ ഇട്ടിരുന്നത് അതേ ഷൂവിന്റെ ഫുട് പ്രിന്റ് പലയിടങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ആദ്യം സാറ ആ ഒരു സ്ത്രീയെ കൊന്നിട്ട് വീണ്ടും വെളിയിലേക്ക് പോയി. പിന്നെ രണ്ടാമതാണ് ഒന്നുകൂടി ഇതിനകത്തേക്ക് വന്നിട്ടുള്ളത്. ആ ഒരു സമയത്ത് അവളുടെ ചെരുപ്പിൽ നിന്നും പതിഞ്ഞ ഫുട് പ്രിന്റാണിത്. അപ്പോൾ എല്ലാ തെരുവുകളും നശിപ്പിച്ച സാറ ഈ ഒരു കാര്യം മാത്രം എന്താണ് നശിപ്പിക്കാത്തത്? ഒരുപക്ഷെ അതിന് മുന്നേ ആയിരിക്കണം അവൾ മരിച്ചിട്ടുള്ളത്. അങ്ങനെ ഇത്രയും കാര്യങ്ങളല്ലാതെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറ്റി സംസാരിച്ചിട്ട് ഇത്രയും നേരം സാറ ആരാണെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് അത് മനസ്സിലായി. അവളൊരു ഹൗസ് വൈഫാണ്. അവൾക്കൊരു ഭർത്താവ്, അതേപോലെ തന്നെ ചെറിയ പെൺകുട്ടി, ഈ ഒരു രീതിയിലൊരു ഫാമിലി തന്നെ അവൾക്കുണ്ട്. 2 ദിവസങ്ങൾക്ക് മുന്നേ ഷോപ്പിങ്ങിനായിട്ടെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇതുവരെ ആളെ കണ്ടിട്ടില്ല. അതിനെ പറ്റിയുള്ളൊരു കംപ്ലൈൻറ്റ് സാറയുടെ ഭർത്താവ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഭർത്താവിനോട് കാര്യങ്ങളെല്ലാം ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്പെക്ടറും ലേഡി പോലീസ് ഓഫീസറും അവിടെ നിന്ന് പോവാണ്. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ ക്രൈം സീനിലെടുത്ത ആ ഒരു ഫോട്ടോസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാത്രി കാണിക്കുമ്പോൾ ചോദ്യം ചെയ്യാനായിട്ട് പോയ നമ്മുടെ ഇൻസ്പെക്ടറിനെയും അതേപോലെ തന്നെ ലേഡി പോലീസ് ഓഫീസറിനെയും വീണ്ടും സാം അവൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മരിച്ചുപോയ 2 പേരും അവർക്ക് 2 പേർക്ക് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മരിച്ചുപോയ ആ ഒരു സ്ത്രീ ആണെങ്കിൽ ഒരു ബേക്കറി വെച്ച് നടത്തുകയാണ്. അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ വേറെയാണ്. മറ്റൊരു ഭാഗത്താണെങ്കിൽ സാറ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ, അവരാണെങ്കിൽ ഒരു ഹൗസ് വൈഫാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുമല്ല അവളുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും അത്ര വലിയ രീതിയിൽ സംസാരിക്കത്ത് പോലുമില്ല. അങ്ങനെയാണെങ്കിൽ ഇവർ 2 പേരും തമ്മിൽ ഒരു ലിങ്ക് ഉള്ളതായിട്ട് ഇവർക്ക് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ സാറയ്ക്ക് ആ ഒരു ആൻറ്റിയെ കൊല്ലാനായിട്ടുള്ള ഒരു മോട്ടീവ് ഉണ്ടാവാനായിട്ട് ഒരു കാര്യം ഉണ്ടാവത്തില്ല. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്. ഇടയിലേ നമ്മുടെ സാറ അവളുടെ മകളെ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഇവരെ ആരോ ഫോളോ ചെയ്തതുപോലെ ഒരു സംശയമുള്ളതായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ സ്കൂളിലാണെങ്കിലും ഒരു കംപ്ലൈൻ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ ഹീറോ ഇപ്പോൾ ആലോചിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സാറയെ 2 ദിവസങ്ങൾക്ക് മുന്നേ കാണാതെ എന്നുള്ള കാര്യം അവളുടെ ഭർത്താവ് കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നല്ലോ. അങ്ങനെ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് സാറ വേറൊരു കളർ ഡ്രസ്സാണ് ഇട്ടിരുന്നതെന്നാണ് ആ ഒരു ഭർത്താവ് പറഞ്ഞത് എന്ന് നമ്മുടെ ഇൻസ്പെക്ടർ പറയുന്നതും അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ആൻറ്റിയെ കൊന്ന യഥാർത്ഥ കൊലയാളി അവരുടെ വീട്ടിൽ മരിച്ചു കിടന്ന ആ ഒരു പെണ്ണല്ല, യഥാർത്ഥ വില്ലി അത് വേറെ ആരുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കൊലപാതകത്തിൽ 3ാമതായിട്ട് ഒരാളും ഉൾപ്പെടുന്നുണ്ട് ഇന്ന് നമ്മുടെ ഹീറോ സാം ഇങ്ങനെ പറയുന്നതും കേൾക്കുന്ന അവരാണെങ്കിലും പെട്ടെന്ന് ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കാണ്. അപ്പോൾ അതിനെന്തായാലും ഒരു കാരണം ഉണ്ടാവുമല്ലോ ഹീറോ അങ്ങനെ പറയാനായിട്ട്. ആ ഒരു കാരണവും ഇപ്പോൾ ഹീറോ പറയാണ്. അപ്പോൾ യഥാർത്ഥ ഒരു കില്ലി അത് വേറെ ആരോ ആണെന്നാണ് നമ്മുടെ ഹീറോ പറയുന്നത്. അപ്പോൾ വീട്ടിൽ മരിച്ചു കിടന്ന സാറ എന്ന് പറഞ്ഞ ഒരു പെണ്ണ് ഒരിക്കലും ആ ഒരു കില്ലറല്ല. കാരണം സാറയ്ക്ക് ആൻറ്റിയെ കൊല്ലാനായിട്ടുള്ള ഒരു മോട്ടീവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആൻറ്റിയെ കൊല്ലാനായിട്ട് വന്ന ആ ഒരു യഥാർത്ഥ കില്ലർ ആദ്യം ആൻറ്റിയുടെ വീട്ടിലേക്ക് ചെന്ന് ആൻറ്റിയെ കൊന്നിട്ട് രക്തക്കറ പറ്റിയ അവളുടെ ഡ്രസ്സ് ആ ഒരു വീട്ടിലെ വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്യുകയും ചെയ്തു. ഡ്രസ്സ് ഉണക്കാനാണെങ്കിൽ സമയമില്ല, വെളിയിലാണെങ്കിൽ നല്ല മഴയും വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല എന്നുള്ള രീതിയിൽ ആ ഒരു വാഷ് ചെയ്ത ഡ്രസ്സും എടുത്തിട്ട് ആൻറ്റിയുടെ വീട്ടിലുള്ള ആ ഒരു കുടയും എടുത്ത് അവൾ വെളിയിലേക്ക് വന്നിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഇരുട്ടിൽ ആ ഒരു കുട പിടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും ഗ്രേ കളറിൽ തെളിഞ്ഞ ആ ഒരു കുട വെളിച്ചത്തിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഓറഞ്ച് ആൻഡ് റെഡ് കളറിലേക്ക് ആ ഒരു കുട നല്ലതുപോലെ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു കുട മറ്റെല്ലാവരും കണ്ടിട്ട് കൂടുതൽ അവളെ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കുട റോഡിലിട്ട് നശിപ്പിച്ച് അത് കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നത്. അങ്ങനെ തിരിച്ച് നടന്നു പോകുന്ന സമയത്താണ് യഥാർത്ഥ കില്ലിയും അതേപോലെ തന്നെ സാറ എന്ന് പറഞ്ഞ ഒരു ലേഡിയും കണ്ടുമുട്ടിയിട്ട് ഇവർക്ക് ആ ഒരു ഡ്രസ് ചേഞ്ചിങ് നടന്ന്, അല്ലാന്നുണ്ടെങ്കിൽ സാറയെ കില്ലി കൊന്നിട്ട് ആൻറ്റിയുടെ വീട്ടിലേക്ക് കൊണ്ടിട്ടതായിരിക്കാം. അങ്ങനെ ഹീറോ സംശയിക്കുമ്പോഴത്തേക്കും അതിനൊരു ചാൻസ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സാറ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ അവരുടെ ഡ്രസ്സിൽ അഴുക്കെല്ലാം പറ്റിയിട്ട് ആ ഒരു കുടയും പിടിച്ച് ഈ ഒരു ആൻറ്റിയുടെ വീട്ടിലേക്ക് നടന്നു പോകുന്നത് ആ ഒരു അപ്പാർട്ട്മെന്റിൽ തന്നെ താമസിക്കുന്ന ഒരാൾ കണ്ടതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സാറ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആൻറ്റിയുടെ വീട്ടിലേക്ക് പോയിട്ടുള്ളത്. പക്ഷെ അവിടെ വെച്ചിട്ട് അവൾ എങ്ങനെയാണ് മരിച്ചതെന്ന് മാത്രം ഇവർക്ക് ഇപ്പോഴും അറിയത്തില്ല. കാരണം ഓട്ടോപ്സി റിപ്പോർട്ടിൽ പോലും അവൾ എങ്ങനെയാണ് മരിച്ചതെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ, എന്തൊക്കെയായാലും ഇതിൽ 3ാമതൊരാളുണ്ട്. ആ ഒരു കില്ലിയെ എങ്ങനെ നമ്മുടെ ഹീറോ കണ്ടുപിടിക്കും? ഓക്കെ, നമുക്ക് നോക്കാം. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇൻസ്പെക്ടറും ലേഡി പോലീസ് ഓഫീസറും നേരെ ആൻറ്റിയുടെ ആ ഒരു ഷോപ്പിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള 2 പേരോട് കാര്യങ്ങളൊക്കെ തിരക്കുമ്പോഴത്തേക്കാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ നിന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ആ ഒരു കാര്യം ഇവർ 2 പേരും നേരെ ഹീറോയോട് വന്ന് പറയുന്നതും എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ചയ്ക്ക് മുന്നേ ഈ ഒരു നഗരത്തിലെ ഒരു ബസ് ഹൈജാക്കിങ് നടന്നിട്ടുണ്ട്. അതും 18 വയസ്സിന് താഴെയുള്ള ഒരു പയ്യനാണ് അത് ചെയ്തിട്ടുള്ളത്. അതും അവന് പണത്തിന് വേണ്ടിയിട്ട്. അതുമല്ലാതെ ആ ഒരു ബസ്സിലാണെങ്കിൽ അന്ന് 33 പേരുണ്ടായിരുന്നു. അതും ഡ്രൈവറും ചേർത്തിട്ടാണ് അതിലെ ഒരു വയസ്സായിട്ടുള്ള സ്ത്രീയെ ഹൈജാക്ക് ചെയ്ത ആ ഒരു പയ്യൻ കൊല്ലുകയും ചെയ്തു. പക്ഷെ ആ ഒരു സമയത്ത് കൂട്ടത്തിലുള്ള ഒരു സ്ത്രീ എങ്ങനെയോ ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി പോലീസിനോട് വന്ന് ഈ ഒരു കാര്യം പറഞ്ഞു. അതനുസരിച്ചാണ് പോലീസുകാർ വന്നിട്ട് ഹൈജാക്ക് ചെയ്ത ആ ഒരു പയ്യനെ അറസ്റ്റ് ചെയ്തത്. ഓക്കെ, ഒരു സ്ത്രീ എന്തായാലും മരിച്ചു.
അതിൽ രക്ഷപ്പെട്ട് പോലീസിനോട് വന്ന് ഈ ഒരു കാര്യം പറഞ്ഞ സ്ത്രീ ഉണ്ടല്ലോ, അതാരാണെന്ന് വെച്ചാല് നമ്മുടെ കില്ലി കൊന്ന ആ ഒരു ആന്റി ആയിരുന്നു. അങ്ങനെ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം നമ്മുടെ ആന്റി ആണെങ്കിൽ അത്രയും ഫേമസ് ആയി. കാരണം എല്ലാ TV ചാനലുകൾക്കും ഇന്റർവ്യൂ എല്ലാം കൊടുത്തിട്ട് അവരുടെ എല്ലാവരുടെയും ജീവൻ രക്ഷിച്ചത് ഞാനാണ് എന്നെല്ലാം പറഞ്ഞ് തന്നെ ഫേമസ് ആക്കുമായിരുന്നു. അതുമല്ലാതെ ആന്റി അല്ലാതെ ആ ഒരു ബസ്സിലുള്ള ഒരൊറ്റ ആൾ പോലും നടന്ന സംഭവത്തെ പറ്റി ആർക്ക് ഇന്റർവ്യൂ കൊടുക്കുകയോ അതിനെപ്പറ്റി സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയ്ക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരുന്നത്. നമ്മുടെ ആന്റിയുടെ വീട്ടിലേക്ക് ഇവരെല്ലാം പോയിരുന്നല്ലോ, ആ ഒരു സമയത്ത് ആന്റിയുടെ വീട്ടിൽ ഒരുപാട് മാഗസീൻ കണ്ടിരുന്നു. ആ ഒരു മാഗസീനിലെല്ലാം ആന്റിയുടെ ഇന്റർവ്യൂവിനെ പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ താൻ ഫേമസ് ആയ ആ ഒരു കാര്യത്തെ പറ്റി ഒരുപാട് മാഗസീനിലെല്ലാം വന്നല്ലോ, അതുകൊണ്ടാണ് ആന്റി അതെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതേസമയം ഈ ഒരു ഭാഗത്ത് ഹൈജാക്കിൽ ഒരു സ്ത്രീ മരിച്ചതായിട്ട് പറഞ്ഞിരുന്നല്ലോ. തെളിവ് ശേഖരിക്കലെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അവരുടെ ശരീരം ഫാമിലിക്ക് തന്നെ വിട്ടുകൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്ത്രീയുടെ ഫ്യൂണറൽ നാളെയാണ് നടക്കാൻ പോകുന്നതും. അങ്ങനെ ഇതറിഞ്ഞതും നമ്മുടെ ഹീറോ, നോവലിസ്റ്റ്, ഹീറോയുടെ സുഹൃത്ത്, ആ ലേഡി ഓഫീസർ, പിന്നെ ഇൻസ്പെക്ടർ, ഇവരെ മൂന്നുപേരെ മാത്രം ആ ഒരു ഫ്യൂണറിലേക്ക് പറഞ്ഞയക്കുന്നു. അതുപോലെ അവൻ്റെ ഫ്രണ്ടിനോട് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വീഡിയോ എടുത്തുകൊണ്ട് വരാനും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവൻ ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും മരിച്ചുപോയ ആ ഒരു സ്ത്രീക്ക് ഒരേ ഒരു മകള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫ്യൂണറിലെ ആ ഒരു പെണ്ണ് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. തൻ്റെ അമ്മ കുട്ടിക്കാലം മുതലേ ഒരു സിംഗിൾ മദറായിട്ടാണ് തന്നെ വളർത്തിയതെന്നും അതേപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു കഷ്ടപ്പാടൊന്നും ഒരിക്കലും എന്നെ അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വളർന്നു കഴിഞ്ഞിട്ട് തൻ്റെ അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവളായാലും കുട്ടിക്കാലം മുതലേ നല്ലതുപോലെ പഠിക്കാൻ തുടങ്ങി. ഇപ്പോഴാണെങ്കിലും നല്ല രീതിയിൽ പഠിച്ചിട്ട് ഒരു ലോയറായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ അവളുടെ ആ ഒരു വിജയം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബസ് പിടിച്ച അവളുടെ അമ്മ അവിടേക്ക് പോകുന്ന സമയത്ത് ആ ഒരു ഹൈജാക്കി നടക്കുന്നതും അവരെ ആ ഒരു പയ്യൻ കൊല്ലുന്നതും. എന്തായാലും ഇപ്പോൾ സംസാരിക്കുന്ന ആ ഒരു പെണ്ണിനെ നമുക്ക് എന്തായാലും ലൂസി എന്ന് വിളിക്കാം. അങ്ങനെ ഇവൾ ആ ഒരു കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ഹീറോ നടന്ന കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. എന്തുകൊണ്ടാണ് സാറ ആ ഒരു ആന്റിയുടെ വീട്ടിലേക്ക് വന്നത്? അവരുടെ ഡ്രസ്സ് എങ്ങനെ ചേഞ്ചായി? ആ ഒരു ആന്റിയുടെ തലയുടെ പുറകിൽ നിന്ന് ഒരു കാര്യം കാണാതായല്ലോ, അതെന്ത് കാര്യമാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓരോരുത്തരുന്ന് ഇങ്ങനെ ആലോചിച്ച് ഇപ്പോൾ ഫ്യൂണറിൽ നിൽക്കുന്ന നമ്മുടെ ഇൻസ്പെക്ടറിനെ വിളിച്ചിട്ടാണ് ചോദിക്കുന്നത്. ഓക്കെ സാർ, ഇപ്പോൾ എനിക്ക് മൂന്നേ കാര്യങ്ങളാണ് അറിയേണ്ടത്. അതെങ്ങനെയെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി ആ ഒരു കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഇവിടേക്ക് വരണം. ഒന്നാമത്തെ കാര്യം, നമുക്കൊരു കുട കിട്ടിയല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ് കലർന്ന ഒരു കുട. ആ ഒരു കുട സംബന്ധമായിട്ട് അടുത്ത എവിടെയെങ്കിലും എന്തെങ്കിലും ക്രൈമോ മറ്റോ നടന്നിട്ടുണ്ടോ ഇല്ലയെന്ന്. അതേപോലെ തന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ ആ ഒരു ചോദ്യം എന്താണ് ഹീറോ ചോദിക്കുന്നതെന്ന് ഇവിടെ അവർ പറയുന്നില്ല. അങ്ങനെ ഈ ഒരു കാര്യം കേൾക്കുന്നത് നമ്മുടെ ഇൻസ്പെക്ടർ അതിനെപ്പറ്റി അന്വേഷിക്കാനായിട്ട് പോകുന്നു. അതേസമയം ഇവിടെ ഫ്യൂണറൽ നടന്നിട്ട് നമ്മുടെ ലേഡി പോലീസുകാരിയും ആ ഒരു ഫ്രണ്ടും ലൂസി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനോട് സംസാരിക്കുകയാണ്. അപ്പൊ ആ ഒരു പെണ്ണിനായാലും തന്റെ അമ്മ മരിച്ചതുകൊണ്ട് നല്ല വിഷമമുണ്ട്. സോറി, എനിക്ക് എന്തായാലും ഇപ്പൊ സംസാരിക്കാൻ താല്പര്യമില്ല, പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ മാത്രം ചെറിയ വിഷമമുണ്ട്. ബസ്സിൽ നടന്ന ആ ഒരു സംഭവത്തിലെ മറ്റെല്ലാവരും ഒട്ടും പ്രതികരിക്കാതെ ഒന്നും ചെയ്യാതിരുന്നല്ലോ. ശരി, അവരെന്തിപ്പോ ചെയ്യാനാണ്, അവരും ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. ഈ ഒരു കാര്യം മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണ് അവിടെ നിന്ന് പോവാണ്. അത് കഴിഞ്ഞിട്ട് ഇവരെ ആ ഒരു ഫ്യൂണറിൽ എടുത്ത വീഡിയോ അത് നേരെ നമ്മുടെ സാമിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അതേപോലെ തന്നെ ഇൻസ്പെക്ടറിനോട് ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ, അത് കണ്ടുപിടിച്ച് ഇൻസ്പെക്ടർ ഇവിടേക്ക് വരികയാണ്. അതിൽ നമ്മുടെ ഹീറോ ആദ്യം ചോദിച്ച ചോദ്യം, ആ റെഡ് ആൻഡ് ഓറഞ്ച് കളർ കലർന്ന ആ ഒരു കുട വെച്ചിട്ട് ഇതിനു മുന്നേ എന്തെങ്കിലും ക്രൈമോ മറ്റും നടന്നിട്ടുണ്ടെന്നാണ്. ഒരു വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു കുട സംബന്ധമായിട്ട് ഒരു ക്രൈം നടന്നിട്ടുണ്ട്. അത്ര വലിയ ക്രൈം ഒന്നല്ല, ചെറിയൊരു ക്രൈമാണ്. മാനസികമായിട്ടും ബാധിക്കപ്പെട്ട ഒരു സ്ത്രീ, അവരുടെ മകള്, ആ ഒരു സ്ത്രീയുടെ മകള് ഒരു ആക്സിഡന്റിൽ മരിച്ചു പോയതിനു ശേഷം മാനസികമായിട്ടും കൂടുതലായിട്ട് ബാധിക്കപ്പെട്ട് ആ ഒരു പ്രായത്തിലുള്ള ഏത് കുട്ടിയെ കണ്ടാലും അവൾക്ക് നല്ല രീതിയിൽ ദേഷ്യം വരും. ആ ഒരു ദേഷ്യത്തില് തന്റെ കയ്യിലുള്ള ആ ഒരു കുട എടുത്തിട്ട് കുട്ടികളെ അടിക്കുകയും ചെയ്യും. ആ ഒരു കുടയുടെ കളറും ഓറഞ്ച് ആൻഡ് റെഡ് കളർന്നതാണ്. അതുമല്ല, അങ്ങനെ ഒരു ദിവസം സാറ എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് അവരുടെ മകളെ ഈ ഒരു സ്ത്രീ അടിച്ചിട്ടുണ്ട്. അതുമല്ലാതെ തന്റെ കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരുമ്പോഴെല്ലാം ആരോ ഒരാള് ഫോളോ ചെയ്യുന്നതായിട്ട് ഒരു സംശയം ഉണ്ടായിരുന്നല്ലോ സാറയ്ക്ക്. ആ ഒരു ഫോളോ ചെയ്യുന്ന ആളും ഈ മാനസികമായിട്ട് ബാധിക്കപ്പെട്ട ആ ഒരു സ്ത്രീ തന്നെയായിരുന്നു. അപ്പൊ ഇതാ ഒരു ഇൻസ്പെക്ടർ പറയുന്നത്. ഓക്കെ, രണ്ടാമതായിട്ട് ഞാൻ ചോദിച്ച ആ ഒരു കാര്യം അതിനെന്തായെന്ന് ചോദിക്കുമ്പോ, അത് ഞാൻ പറയാൻ മറന്നു. ഓക്കെ, നീ പറഞ്ഞതുപോലെ തന്നെ സാറേ പോസ്റ്റ്മോർട്ടം ചെയ്ത ആ ഒരു ഡോക്ടറിനോട് പോയി ഞാൻ ചോദിച്ചു. സാറയുടെ ലെഫ്റ്റ് ഹാൻഡിലെ ഒരു വിരലില് എന്തോ ഡ്രില്ല് ചെയ്തതുപോലെ ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു എന്ന് ഇൻസ്പെക്ടർ പറയുന്നതും, ഓക്കെ ശരി, മൂന്നാമത്തെ കാര്യം അതാ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ ഒരു പെൻഡ്രൈവ് എടുത്ത് ഹീറോയുടെ കയ്യിൽ കൊടുക്കാണ്. ആ ഒരു പെൻഡ്രൈവില് മൊത്തമായിട്ടും സാറ, അവളുടെ ഭർത്താവ്, മകള്, ഇവര് മൂന്നുപേരായിട്ട് എടുത്ത ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സാറയുടെ ഭർത്താവിന്റെ കയ്യിൽ നിന്നാണ് ഈ ഒരു പെൻഡ്രൈവ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ഓരോ ഫോട്ടോസ് ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോ അവസാനമായിട്ടും ഹാംസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു എലിയുണ്ട്. ആ ഒരു എലിയെ ഇവർ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ കാണുന്നതും ഇതാണ് ഇത്രയും നേരം ഞാൻ അന്വേഷിച്ചത്. ഓക്കെ, ഇപ്പൊ എങ്ങനെയാണ് സാറ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ മരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഇവര് മൂന്നുപേരും ഹീറോയെ ചുറ്റി ചെയ്യുന്നിട്ട്, ഷെടാ ഇവനിപ്പോ എന്താ പറയുന്നേ, അല്ല നീ എന്താ ഇപ്പൊ പറയുന്നേ, ഏതോ ഒരു ഫോട്ടോയില് ഒരു എലിയെ കണ്ടിട്ട് സാറ മരിച്ചത് എങ്ങനെയാണെന്ന് അത് വെച്ച് എങ്ങനെയാ പറയുന്നേ, അല്ല മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു തരാൻ പറയുമ്പോ, ഹേയ് വേറെ ഒന്നുമില്ല, ഹാംസ്റ്റർ എന്ന് പറഞ്ഞ ഈ ഒരു എലിയുടെ
ഒരു അലർജി എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെ അലർജി ഉള്ളവര് ഒരു തവണ ആ ഒരു എലിയുടെ കയ്യിൽ നിന്ന് കടി വാങ്ങിക്കഴിഞ്ഞാല് കുഴപ്പമില്ല. പക്ഷേ രണ്ടാമത് അതേ ഹാംസ്റ്ററിന്റെ കയ്യിൽ നിന്ന് കടി വാങ്ങിക്കഴിഞ്ഞാല് ആ കടി കിട്ടിയവര് പെട്ടെന്ന് അവർക്കുള്ള ഒരു അലർജി കാരണം ശരീരത്ത് പെട്ടെന്ന് തന്നെ ബാധിച്ച് സഡൻ ഡെത്ത് ആവാനും സാധ്യതയുണ്ട്. ദേ ആ ഒരു ഫോട്ടോയിൽ നിങ്ങൾ നോക്ക്, സാറയുടെ വീട്ടില് അവൾ എന്തായാലും ഹാംസ്റ്റർ എന്ന് പറഞ്ഞ ഒരു എലിയെ വളർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാറ ആൾറെഡി ഹാംസ്റ്ററിന്റെ കയ്യിൽ നിന്ന് കടി വാങ്ങിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് രണ്ടാമത് ആന്റിയുടെ വീട്ടിലേക്ക് സാറ പോകുന്ന സമയത്ത് അവിടെ വെച്ചും ഹാംസ്റ്റർ സാറയുടെ മോതിര വിരലിൽ കടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് സാറ മരിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് വീണ്ടും കൺഫ്യൂഷനാണ്. ഷെടാ, ഇപ്പോഴും ഇവർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാകുന്നില്ല. നീ പറഞ്ഞത് വെച്ചിട്ട് ക്രൈം സീനിൽ നമ്മൾ ഹാംസ്റ്റർ എന്ന് പറഞ്ഞ ആ ഒരു എലിയെ ഒരിക്കലും കണ്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാ നീ പറയുന്നത് പോലെ ആ ഒരു എലി കടിച്ചിട്ട് ആ ഒരു ലേഡി മരിക്കണം? അപ്പോഴാണ് നമ്മുടെ ഹീറോ ഇവർക്ക് ഒരു ടെസ്റ്റ് കൊടുക്കുന്നത്. നമ്മൾ പോകുന്ന സമയത്ത് എന്തായാലും അവിടെ ഒരു ഹാംസ്റ്റർ ഉണ്ടാകത്തില്ല. പക്ഷേ ആന്റിയുടെ വീട്ടിൽ ആന്റി ഒരു ഹാംസ്റ്ററിനെ വളർത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ? എനിക്ക് ആന്റിയുടെ വീട്ടിൽ നിന്ന് ഒരു സൂര്യകാന്തിയുടെ വിത്ത് കിട്ടിയിട്ടുണ്ട്. സാധാരണ ഇത് ഹാംസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു എലിക്ക് കൊടുക്കുന്ന വിത്താണ്. അപ്പോൾ ഒരു ബന്ധമില്ലാതെ എനിക്ക് അത് അവിടെ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ആന്റിയുടെ വീട്ടിൽ എന്തായാലും ഹാംസ്റ്ററിനെ വളർത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ആന്റി ആണെങ്കിൽ ആ ഒരു ഹാംസ്റ്ററിനെ ചെറിയൊരു കൂട്ടിലിട്ടാണ് വളർത്തിയിട്ടുള്ളത്. അതുമല്ല, ആന്റി മരിച്ചു കിടന്ന ഒരു സ്ഥലത്ത് ആന്റിയുടെ തലയുടെ പുറകിലായിട്ട് എന്തോ ഒരു കാര്യം കാണാതായെന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അത് ആ ഒരു എലിയെ വളർത്തിയിട്ടുള്ള കൂടാണ്. ആന്റിയെ കൊന്ന ആ ഒരു കില്ലി തെളിവുകളെല്ലാം നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതും അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുള്ളത്. അതുമല്ല, ആ ഒരു എലിയെ വെളിയെ വിട്ടതിന് ശേഷം അത് കുറച്ചു നേരം റൂമിൽ ചുറ്റി നടന്ന് അത് കഴിഞ്ഞ് സാറ റൂമിലേക്ക് വരുമ്പോഴത്തേക്കും സാറയുടെ കയ്യിൽ ആ ഒരു എലി കടിച്ച് അത് ജനാല വഴി അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അത് കാരണമാണ് സാറ മരിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ വരുന്ന സമയത്ത് അവിടെ ഒരു എലിയെ നമുക്ക് കാണാനും കഴിയാഞ്ഞത്. അതുപോലെ ആന്റിയെ കൊന്നതിന് ശേഷം ആ ഒരു സിഗ്നലിൽ നിന്ന് വില്ലിയുടെ കയ്യിൽ കൂടെയും ഹാൻഡ് ബാഗ് മാത്രമല്ലേ നമ്മൾ കണ്ടിരുന്നുള്ളൂ. ഒരുപക്ഷെ അവളുടെ കയ്യിൽ കൂടുണ്ടായിരുന്നെങ്കിൽ അത് ആ ഒരു അപ്പാർട്ട്മെന്റുകാരൻ കണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവൾ വരുന്ന വഴിക്ക് തന്നെ എവിടെയോ ആ ഒരു കൂട് ഉപേക്ഷിച്ചിട്ടുണ്ട്. അത് നമ്മൾ കണ്ടുപിടിച്ചാൽ തന്നെ പാതി പ്രശ്നം കഴിഞ്ഞു. അങ്ങനെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് അന്ന് രാത്രി തന്നെ ആ ഒരു ഫ്യൂണറിൽ ആ ഒരു ഫ്രണ്ട് എടുത്ത വീഡിയോ ഉണ്ടല്ലോ, അത് ഒരു ഹെഡ്സെറ്റ് വെച്ച് ഇങ്ങനെ കേൾക്കാണ്. അങ്ങനെ നടക്കുന്ന ആ ഒരു ഫ്യൂണറിൽ ഏതോ ഒരുത്തം വന്നിട്ട് ലൂസി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനെ സമാധാനപ്പെടുത്തുന്നു. അവനെ കാണുന്നതും നമ്മുടെ ഹീറോ മറ്റൊരു കാര്യം ചിന്തിക്കാൻ തുടങ്ങും. ഇവരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. എന്നിട്ട് ആലോചിച്ചിങ്ങനെ നോക്കട്ടെ, എവിടെ ആയിരിക്കും എന്നിങ്ങനെ ആലോചിച്ച് ഇപ്പൊ അവസാനമായിട്ടും അവൻ ആരാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോ അവൻ ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലാണ്. ഒരു ബസ് ഹൈജാക്കി നടന്നതായിട്ട് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ആ ഒരു ബസ്സിലെ ആ ഒരു ഡ്രൈവർ ഇവനാണ്. എന്താണെന്ന് വെച്ചാൽ ബസ്സിൽ 33 പേരുണ്ടായിരുന്നു. അതിൽ ഈ ഒരു ഡ്രൈവർ അല്ലാതെ മറ്റാരും ആ ഒരു ഫ്യൂണറിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ നമ്മുടെ സാം ആയാലും ആ ഡ്രൈവറിന്റെ മുന്നിലേക്ക് വന്നിട്ട്, എടാ ഡ്രൈവർ മോനെ, നടന്ന ആ ഒരു ഫ്യൂണറിലെ 32 പേരിൽ നീ അല്ലാതെ മറ്റാരും അവിടെ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു ബസ്സിൽ നടന്ന ഹൈജാക്കിങ്ങിൽ ആ ഒരു സ്ത്രീ മരിച്ചതിന് ഒരു വിധത്തിൽ നമ്മൾ ഒരു കാരണക്കാരായിരിക്കും എന്നുള്ള ഒരു ഗിൽറ്റി ഫീലിംഗ് ആ ഒരു യാത്രക്കാർക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരാരും ആ ഒരു ഫ്യൂണറിലേക്ക് വരാതിരുന്നത്. പക്ഷെ നിനക്കാണെങ്കിൽ ആ ഒരു ഗിൽറ്റി ഫീലിംഗ് ഇല്ലാത്തത് കൊണ്ടാണ് നീ ആ ഒരു ഫ്യൂണറിൽ വന്നത്. സാധാരണ രീതിയിൽ നമുക്ക് അങ്ങനെ ഒരു ഗിൽറ്റി ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ അത് പോകുന്നത് എങ്ങനെയാണ്? ആ ഒരു പ്രശ്നം മറ്റൊരാളോട് പറഞ്ഞ് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഭാരം ഇറക്കി വെക്കുമ്പോഴത്തേക്കാണ്. അങ്ങനെയാണെങ്കിൽ നീ ആ ഒരു കാര്യം ഏതോ ഒരു പെണ്ണിനോട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പെണ്ണാണ് വില്ലി. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത മറ്റൊരു കാര്യം എന്താണെന്നറിയോ? ബസ് ഹൈജാക്ക് ചെയ്തു, ഉള്ളിലാണെങ്കിൽ ഒരു കൊലപാതകം നടന്നു. അതിലാണെങ്കിൽ ബസ്സിൽ നിന്നും ഒരു ലേഡി രക്ഷപ്പെട്ട് പോലീസിനോട് ചെന്ന് കാര്യവും പറഞ്ഞു. അതോടെ ആ ഒരു കൊല ചെയ്തവനെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇത്ര കാര്യങ്ങൾ മാത്രമേ മറ്റുള്ളവർക്ക് അറിയത്തുള്ളൂ. ഹൈജാക്കിങ് നടന്ന സമയത്ത് ബസ്സിനകത്ത് എന്താണ് നടന്നതെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. നീ കണ്ട് സംസാരിച്ച ആ ഒരു പെണ്ണിനോട് നീ ഒരു കാര്യം പറഞ്ഞിട്ടില്ലേ? അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ 2 മരണം സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ആ ഒരു ബസ്സിൽ എന്താണോ നടന്നത് അത് ഇനിയെങ്കിലും എന്നോട് പറയും എന്ന് നമ്മുടെ സാം പറയുന്നതും ഡ്രൈവർ ആണെങ്കിലും ആ ഒരു കുറ്റബോധത്തോടെ തന്നെ അവനോട് എന്തോ ഒരു കഥ പറയുന്നു. അതെന്താണെന്ന് ഇപ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നില്ല. അങ്ങനെ ആ ഒരു സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഹീറോ, നോവലിസ്റ്റ്, ലേഡി പോലീസ് ഓഫീസർ, ഇൻസ്പെക്ടർ ഇവർ 4 പേരും മരിച്ച ആ ഒരു ആന്റിയുടെ വീട്ടിലേക്ക് പോയിട്ട് ആ ഒരു എലിയുടെ കൂട് വില്ലി എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞിരുന്നല്ലോ. അതുമല്ല, സിഗ്നലിൽ കാണിക്കുമ്പോഴത്തേക്കും അവളുടെ കയ്യിൽ എന്തായാലും ആ ഒരു കൂടില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ടാണ് അവൾ എവിടെയോ ആ ഒരു കൂട് ഉപേക്ഷിച്ചത്. അതുകൊണ്ട് എവിടെയെല്ലാം വേസ്റ്റ് ബിന്നുണ്ടോ അവിടെയെല്ലാം പോയിട്ട് ആ ഒരു കൂടുണ്ടോ ഇല്ലയെന്ന് അവരിങ്ങനെ അന്വേഷിക്കുകയാണ്. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസവും ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഒരു വണ്ടി വന്ന് ഈ ഒരു വേസ്റ്റ് എല്ലാം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഒരു കൂടും എടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സാം ഇവരോട് പറയും, നിങ്ങൾ എന്ത് ചെയ്തിട്ടാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് ആ ഒരു കൂട് വേണം. അത് വെച്ചിട്ട് മാത്രമേ നമുക്ക് കൊലയാളിയെ കണ്ടുപിടിക്കാൻ കഴിയൂ. എവിടെയുണ്ടെങ്കിലും അത് തേടി അന്വേഷിച്ച് കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നതും ഇവർ 3 പേരും ഇനി വേറെ വഴിയില്ലാതെ ആ ഒരു വേസ്റ്റ് എല്ലാം കൊണ്ടെടുത്ത സ്ഥലത്ത് വന്നിട്ട് ആ ഒരു കൂടുണ്ടോ ഇല്ലയെന്ന് ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അതേസമയം നമ്മുടെ സാം ഇപ്പൊ എവിടേക്കാണ് പോയെന്ന് വെച്ചാൽ അമ്മയുടെ മരണത്തിന് ശേഷം അവരുടെ അസ്ഥി ഒഴുക്കാനായിട്ട് സ്വന്തം നാട്ടിലേക്ക് വന്ന ലൂസി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിന്റെ പുറകെ
അപ്പോൾ ഇവിടെ നിന്നാണ് മൂവിയിലെ എല്ലാ ടെസ്റ്റുകളും ടെസ്റ്റിന് മേലെ ടെസ്റ്റിന് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലൂസി എന്ന് പറഞ്ഞ ഈ ഒരു പെണ്ണുണ്ടല്ലോ, ഇവളാണ് സത്യത്തിൽ ആ ഒരു വില്ലി. അപ്പോൾ നമ്മുടെ ഹീറോ മനസ്സിലാക്കിയ കാര്യം ഇപ്പോൾ നമുക്ക് പറഞ്ഞു തരാണ്. സത്യത്തിൽ ആൻറ്റിയുടെ കൊല നടന്ന അന്നത്തെ രാത്രി ആൻറ്റിയുടെ അപ്പാർട്ട്മെന്റിലേക്ക് വൈറ്റ് കളർ ഡ്രസ്സ് ഇട്ട് പോയത് ലൂസി എന്ന് പറഞ്ഞ ഈ ഒരു പെണ്ണാണ്. പോയ സ്ഥലത്താണെങ്കിൽ ആൻറ്റിയും ഈ ഒരു പെണ്ണും തമ്മിൽ എന്തോ ഒരു വഴക്കുണ്ടായി. അതിൽ ഇവിടെ നേരെ വന്ന് വീണത് ആ ഒരു ഈലിയുടെ കൂടിനടുത്തേക്ക്. അതുമല്ല, അവിടെ കിടന്ന ആ ഒരു കത്തി എടുത്തിട്ടാണ് ആൻറ്റിയുടെ കഴുത്തിലേക്ക് ലൂസി ആ ഒരു കത്തി ഇറക്കി ആൻറ്റിയെ കൊല്ലുന്നത്. അതുമല്ല, ഇവിടെ ഒരു ലോയർ ആയതുകൊണ്ട് ഒരു കൊല ചെയ്തിട്ട് അതിൽ നിന്ന് എങ്ങനെയല്ല രക്ഷപ്പെടാന്ന് നല്ലതുപോലെ തന്നെ അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവള് ആ ഒരു വീട്ടിലെ തെളിവുകളെല്ലാം നശിപ്പിക്കാനായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്താണ് അവളുടെ ഡ്രസ്സിൽ ഈ ഒരു രക്തക്കറ പറ്റിയത് അവൾ കാണുന്നത്. അത് അവളൊരു കണ്ണാടിയിൽ കാണുന്നതും ഇതും വെച്ചിട്ട് എന്തായാലും വെളിയിലേക്ക് പോകാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആ ഒരു വാഷിംഗ് മെഷീനിൽ ആ ഒരു തുണി ഇട്ടിട്ട് അത് നല്ലതുപോലെ വാഷ് ചെയ്ത് ഇനിയിപ്പോൾ അത് ഉണക്കിയെടുക്കാനായിട്ട് സമയമില്ല. അതുപോലെ അതേ ആ ഒരു എലിയുടെ കൂടിനടുത്തേക്ക് വീടുമ്പോഴത്തേക്ക് അവളുടെ തലമുടി അതിൽ കുടുങ്ങുകയും ചെയ്തു. ഇനിയിപ്പോൾ ആ ഒരു മുടി എടുക്കാനായിട്ട് ഇവൾക്ക് സമയവുമില്ല. അതുകൊണ്ട് തന്നെ വെളിയിൽ നല്ല മഴ പെയ്യുന്നത് കൊണ്ട് ആ ഒരു വാഷ് ചെയ്ത ഡ്രസ്സും എടുത്തിട്ട് ആ മഴയത്ത് തന്നെ അത് മാച്ച് ചെയ്യാന്നുള്ള രീതിയിൽ അവൾ കൊല ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന ആ ഒരു കത്തി, അതേപോലെ തന്നെ ഹാപ്ചറിന് ഇട്ടിരുന്ന ആ ഒരു കൂട്, ഇതെല്ലാം ഒരു ക്യാരി ബാഗിലാക്കിയിട്ട് അവൾ നേരെ വെളിയിലേക്ക് വന്നു. അതുമല്ല, വരുന്ന വഴിക്ക് തന്നെ ആ ഒരു എലിയുടെ കൂടാണെങ്കിൽ അടുത്തുള്ള വേസ്റ്റ് ബിന്നിൽ ഇട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഈ ഒരു കൂട ഇത്രയും നല്ല രീതിയിൽ നല്ല ബ്രൈറ്റ് ആയിട്ട് കാണുന്നത് അവൾ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തന്നെ ആരെങ്കിലും നോട്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു കുട എടുത്ത് റോഡിലേക്കിട്ട് അത് കേട് വരുത്തിയിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൂസിയെ ആരും സംശയിക്കത്തുമില്ല. ഈ ഒരു രീതിയിൽ അവൾ നേരെ വീട്ടിലേക്ക് നടന്നു പോകുന്നതും ആ ഒരു സമയത്താണ് വീട്ടിൽ നിന്ന് ഷോപ്പിങ്ങിനായിട്ട് പോയിരുന്ന സാറ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ വരുന്ന വഴിക്ക് ഇവളെ കാണുന്നത്. അപ്പോൾ സാറയ്ക്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാളുകൾക്ക് മുന്നേ മാനസികമായിട്ടും പ്രശ്നമുള്ള ആ ഒരു ലേഡി ഉണ്ടല്ലോ, ആ ഒരു ലേഡി ആണെങ്കിൽ സാറയുടെ കുഞ്ഞിൻ്റെ പുറകെ ഫോളോ ചെയ്ത് വരുന്നതായിട്ട് അവൾ കംപ്ലൈൻറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മുടെ ലൂസിയുടെ കയ്യിൽ ഈ ഒരു ചുവപ്പ് കളർ കൂടെ കാണുന്നതും തന്നെ ഫോളോ ചെയ്ത് വന്ന ആ ഒരു സ്ത്രീയാണെന്നും പറഞ്ഞിട്ട് സാറ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ആ ഫോളോ ചെയ്ത ആ ഒരു ലേഡിയുടെ മുഖം സാറ് നല്ലതുപോലെ കണ്ടില്ല. ഇത് ഇപ്പോൾ നമ്മുടെ ലൂസിയാണെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു നടു റോഡിൽ വെച്ച് തന്നെ സാറ ലൂസിയോടൊപ്പം നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ ഫൈറ്റ് ചെയ്ത് രണ്ടുപേരും റോഡിന് സൈഡിലായിട്ടുള്ള ആ ഒരു ചെടിയിലേക്ക് വന്ന് വീഴുകയും ചെയ്യും. വീഴുന്ന സമയത്ത് നമ്മുടെ സാറയ്ക്കാണെങ്കിൽ പിന്നീട് ബോധവുമില്ല. അതുപോലെ സാറയുടെ ഡ്രസ്സാണെങ്കിൽ ആ ചെടിയിൽ വീണത് കൊണ്ട് അടിയിൽ നല്ലതുപോലെ അഴുക്കെല്ലാം പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലൂസി എന്താ ചെയ്യുന്നത് വെച്ചാൽ സാറയുടെ ഡ്രസ്സ് അവളുടെ അടുത്തിട്ടിട്ട് അവളുടെ ഡ്രസ്സാണെങ്കിൽ സാറയ്ക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് സാറ കൊണ്ടുവന്ന ആ ഒരു കുടയും എടുത്ത് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. പക്ഷെ പിന്നീടാണ് ഒരു കാര്യം, നമ്മുടെ സാറ ഒരിക്കലും മരിച്ചിട്ടില്ല, അവളുടെ ബോധം മാത്രമേ പോയിട്ടുള്ളായിരുന്നു. അങ്ങനെ ബോധം തിരിച്ചു വന്നതും എഴുന്നേറ്റിട്ട് ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന ആ ഒരു കുഴയിൽ നോക്കുമ്പോഴത്തേക്കും ആൻറ്റിയുടെ വീട്ടിലെ ആ ഒരു അഡ്രസ്സ് കാണുന്നു. അപ്പോൾ തൻ്റെ മകളെ ഫോളോ ചെയ്തത് ഈ ഒരു സ്ത്രീ ആയിരിക്കുമെന്ന് മനസ്സിലാക്കി ആ ഒരു കുടയും എടുത്ത് ആൻറ്റിയുടെ വീട്ടിലെ അഡ്രസ്സും കണ്ടുപിടിച്ച് ആൻറ്റിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അതുമല്ല, അവിടുന്ന് വരുമ്പോഴത്തേക്കും ആ ഒരു ക്യാരി ബാഗും സാറയുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് രണ്ടും എടുത്ത് ആൻറ്റിയുടെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കാണ് സാറ് വെളിയിൽ നിൽക്കുന്ന കാര്യം കണ്ണാടിയിട്ട് ഒരു അപ്പൂവൻ കാണുന്നതും. അങ്ങനെ ഒരുപാട് നേരം ഡോറിലിട്ട് തട്ടിയിട്ടും ആൻറ്റി ഡോർ തുറക്കാത്തത് കൊണ്ട് പെട്ടെന്ന് ഡോർ ഇടിച്ച് തുറന്ന് അകത്തേക്ക് കയറി അടുത്തുള്ള സ്വിച്ച് ഇടാന്നും പറഞ്ഞിട്ട് സ്വിച്ചിൻ്റെ അടുത്തേക്ക് കൈ വെക്കുമ്പോഴത്തേക്കും ആ ഒരു കൂട്ടിൽ നിന്ന് വെളിയിലാക്കിയ ഒരു എലി ഉണ്ടല്ലോ, അതവിടെ ഇരിക്കുമായിരുന്നു. ഇവൾ കൈ അതിനടുത്തേക്ക് വെക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവളുടെ കയ്യിലേക്ക് ആ ഒരു എലി കടിക്കുന്നതും കടിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ അവൾക്ക് ആ ഒരു അലർജി ഉള്ളത് കൊണ്ട് അവളുടെ ശരീരത്തിലൊക്കെ എന്തൊക്കെ മാറ്റം സംഭവിക്കുന്നു. അതുമല്ല, ആരെങ്കിലും വിളിച്ചിട്ട് ഹെൽപ്പ് ചോദിക്കാമെന്നും പറഞ്ഞ് അടുത്തുള്ള റൂമിലേക്ക് ചെന്ന് ഫോൺ എടുത്ത് സംസാരിക്കാണ്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അതിനു മുന്നേ തന്നെ സാറ അവിടെ മരിച്ചു വീഴാണ്. അപ്പോൾ ഇതാണ് സത്യത്തിൽ അവിടെ നടന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആൻറ്റിയെ കൊന്നത് ലൂസിയാണ്. അപ്പോൾ എല്ലാത്തിനും പിറകിൽ എന്തായാലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. അങ്ങനെ ആൻറ്റിയെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൂസിക്കുള്ള ആ ഒരു കാരണം എന്താണെന്ന് കാണിക്കുമ്പോൾ ആ ഒരു ബസ് ഹൈജാക്കിംഗ് ആണ്. സത്യത്തിൽ ആ ഒരു ബസ്സിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരുത്തൻ ബസ്സിലേക്ക് കയറിയിട്ട് ആ ഒരു ബസ് ഹൈജാക്ക് ചെയ്യുന്നു. ഈ ഒരു ബസ്സാണെങ്കിലും ഒരിടത്ത് നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് മറ്റൊരിടത്ത് പോയിട്ട് ഇനി എന്തായാലും നിൽക്കത്തുള്ളൂ. അപ്പോൾ ബസ് ഹൈജാക്ക് ചെയ്തവനാണെങ്കിലും എല്ലാവരെയും ഭീഷണിപ്പെടുത്തി അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ബസ് പോകുന്ന വഴിക്ക് തന്നെ നടുവിലൊരു സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ആൻറ്റിക്ക് മാത്രം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, മോനെ എനിക്കൊന്ന് അർജൻറ്റായിട്ട് ബാത്റൂമിൽ പോകണം, വയസ്സായിട്ടുള്ള ഈ കാലത്ത് ഇതെങ്കിലും സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് കഴിയത്തില്ല, അതുകൊണ്ട് ഒന്ന് വെളിയിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം എന്നെല്ലാം ആ ഒരു പയ്യനോട് ചോദിക്കുമ്പോഴത്തേക്കും അവനാണെങ്കിലും ഒരിക്കലും വിടാൻ തയ്യാറല്ല. അപ്പോഴേക്കും ബസ്സിൻ്റെ മുൻവശത്തിരുന്ന നമ്മുടെ ലൂസിയുടെ അമ്മയാണെങ്കിൽ അത്രയും പാവപ്പെട്ടൊരു സ്ത്രീ ആയതുകൊണ്ട്, മോനെ അവരെത്ര നേരമായിട്ട് ചോദിക്കുന്നു, വയസ്സായുള്ള സ്ത്രീയല്ലേ, അവരെ കണ്ടാലും നിന്നെ പറ്റിച്ചിട്ട് ഓടുന്നത് പോലെ തോന്നുന്നുണ്ടോ, എന്തായാലും ഒന്ന് പറഞ്ഞു വിട്, എന്തായാലും പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരും, ഒന്ന് പറഞ്ഞു വിട്ടോടെ എന്ന് ചോദിക്കുമ്പോൾ ഹൈജാക്ക് ചെയ്തവനാണെങ്കിലും പറയും, ദേ ആൻറ്റി നോക്ക്, നിനക്ക് 5 മിനിറ്റ് ഞാൻ സമയം തരും,
അതിനു മുന്നേ നീ പോയിട്ട് തിരിച്ചു വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ബസ്സിലുള്ള ആരെങ്കിലും ഞാൻ കൊന്നിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ആൻറ്റിയെ വെളിയിലേക്ക് പറഞ്ഞു വിടുന്നത്. പക്ഷെ ആൻറ്റിയുടെ പ്ലാൻ ആണെങ്കിൽ വേറെ ആയിരുന്നു. ആൻറ്റി ബാത്റൂമിൽ പോകണമെന്നും പറഞ്ഞിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് പോലീസിനോട് ഈ ഒരു കാര്യം പറയുന്നതും ഹൈജാക്ക് ചെയ്ത അവന് എന്ത് ദേഷ്യം ഉണ്ടാവും. അങ്ങനെ അവൻ പെട്ടെന്ന്, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു അവരെ വിടത്തില്ല എന്ന്, പക്ഷെ നിങ്ങൾ പറഞ്ഞിട്ടാണ് അവരിവിടെ നിന്ന് ഇപ്പോൾ രക്ഷപ്പെട്ടു പോയത്. അതുകൊണ്ട് ഞാൻ ആരെങ്കിലും ഒരാളെ കൊല്ലാതെ പോകത്തില്ല. ശരി, നിങ്ങളല്ലേ അതിന് കാരണം, നിങ്ങളെ തന്നെ കൊല്ലാന്നും പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീയെ അവിടെ വെച്ച് കുത്തി കൊല്ലുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ബസ്സിലുള്ള ബാക്കിയുള്ളവർക്കാണെങ്കിൽ അത്ര അടുത്തുണ്ടായിരുന്ന ആ ഒരു സ്ത്രീയെ രക്ഷിക്കാൻ കഴിയാത്ത ആ ഒരു ഗിൽറ്റി ഫീലിങ്ങും. പക്ഷേ വെളിയിൽ വന്ന നമ്മുടെ ആൻറ്റി ആണെങ്കിലോ അതെന്തോ വലിയ കാര്യമാണെന്നും പറഞ്ഞിട്ട് താനാണ് എല്ലാവരെയും രക്ഷിച്ചത് എന്നും പറഞ്ഞ് ഒരുപാട് ഇൻ്റർവ്യൂ എല്ലാം കൊടുത്ത് വളരെ ഫേമസ് ആവുകയും ചെയ്തു. എന്നിരുന്നാലും ഇത് കാരണമാണ് ഒരു ജീവൻ ബസ്സിൽ നഷ്ടപ്പെട്ടതെന്ന് അതിപ്പോഴും മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഇത് കഴിഞ്ഞ് ആ ഒരു ബസ് ഡ്രൈവറോട് ചോദിച്ച് ലൂസി ആ ഒരു ബസ്സിൽ നടന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് തൻ്റെ അമ്മ മരിക്കാനായിട്ട് ആരാണ് കാരണം, ആ ഒരു ആൻറ്റി. സത്യം പറഞ്ഞാൽ ലൂസി ആൻറ്റിയെ കൊല്ലണമെന്നും പറഞ്ഞിട്ടല്ല ആദ്യം പോയിട്ടുള്ളത്. ആൻറ്റി ഏതൊരു മാനസികാവസ്ഥയിലാണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആൻറ്റി ആണെങ്കിലോ താൻ കാരണം ഒരാൾ മരിച്ചെന്ന് പോലും അറിയാതെ കടയിൽ വരുന്നവരോടും പോകുന്നവരോടും എല്ലാവരോടും താൻ എന്തോ ഒരു വലിയ കാര്യം ചെയ്തു എന്നും പറഞ്ഞിട്ട് തന്നെ പറ്റി ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു മാഗസീനും മറ്റു കാര്യങ്ങളെല്ലാം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് എടുത്ത് വരുന്നവർക്കെല്ലാം അതിങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ അതിന് ശേഷം നമ്മുടെ ലൂസി ആൻറ്റിയുടെ വീട്ടിലേക്ക് ചെന്നിട്ട്, ആൻറ്റി ഇത് മനസ്സിലാക്ക്, നിങ്ങൾ ചെയ്യുന്നത് വളരെ തെറ്റായുള്ളൊരു കാര്യമാണ്. നിങ്ങൾ കാരണമാണ് എൻ്റെ അമ്മ തന്നെ മരിച്ചത്. അതിനുവേണ്ടി നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. എൻ്റെ അമ്മയ്ക്കൊരു മര്യാദ എന്നുള്ള രീതിയിൽ നിങ്ങൾ എൻ്റെ അമ്മയുടെ കല്ലറ വരെ ഒന്ന് വന്നാൽ മതി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട എന്നുള്ള രീതിയിൽ നമ്മുടെ ലൂസി സാധാരണ രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോഴേക്കും ആൻറ്റിക്കാണെങ്കിൽ ഇതൊന്നും ചെവിയിൽ കയറത്ത് പോലുമില്ല. ആൻറ്റി ഇപ്പോൾ നല്ല പ്രശസ്തിയിൽ നിൽക്കല്ലേ, അതുകൊണ്ട് പറയും, പക്ഷെ ഞാനെന്തിനാ വെറുതെ നിങ്ങളുടെ അമ്മയുടെ കല്ലറയുടെ അടുത്തേക്ക് വന്നിട്ട് അവരോട് ക്ഷമ ചോദിക്കണം? അങ്ങനെയൊന്നും പറയാൻ കഴിയത്തില്ല. ഇനി ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞിട്ട് വേണം എന്നെ ചുറ്റിനുള്ളവർ ഞാൻ പറഞ്ഞതെല്ലാം വെറും കള്ളമാണെന്നെല്ലാം പറഞ്ഞിട്ട് എന്നെ കളിയാക്കാൻ വേണ്ടി. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോ എന്നും പറഞ്ഞിട്ട് കിച്ചണിലുള്ള ആ ഒരു കത്തിയെടുത്ത് നമ്മുടെ ആൻറ്റി തന്നെയാണ് ആദ്യം ലൂസിയെ വിരട്ടുന്നത്. എന്നിരുന്നാലും നമ്മുടെ ലൂസി പ്രശ്നത്തിനൊന്നും അങ്ങോട്ട് പോയിട്ടില്ല. ആൻറ്റിയാണ് പെട്ടെന്ന് വന്നിട്ട് ലൂസിയെ പിടിച്ച് അങ്ങോട്ട് തള്ളുന്നതും ലൂസി ആ ഒരു കൂടിന് മുകളിലൂടെ വീണിട്ട് അവിടെ കിടക്കുന്ന ആ ഒരു കത്തി ആൻറ്റിയുടെ കയ്യിൽ നിന്ന് താഴെ വീണ ആ ഒരു കത്തി ലൂസിക്ക് കിട്ടുന്നത്. എന്നിരുന്നാലും നമ്മുടെ ലൂസി ആൻറ്റിയെ കുത്തില്ല, അത് വെറുതെ കയ്യിൽ പിടിച്ചിങ്ങനെ നിൽക്കും. അപ്പോഴേക്കും ആൻറ്റി പെട്ടെന്ന് എന്തോ വലിയ അഹങ്കാരത്തോടെ, ഹേയ് അതൊരിക്കലും നിന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് എനിക്കറിയാം, കാരണം നീ നിന്റെ അമ്മയെ പോലെ തന്നെ ഒരു ധൈര്യമില്ലാത്ത സ്ത്രീ തന്നെ ആയിരിക്കും, നിന്നെ കൊണ്ടൊന്നും അത് കഴിയത്തില്ല എന്നെല്ലാം അഹങ്കാരത്തോടെ ഇങ്ങനെ പറയുന്നതും, എടി പെങ്കിൻ്റെ അമ്മച്ചി, ഒരു കാരണമില്ലാതെ നിങ്ങളെ ക്ഷമിക്കാനായിട്ട് വന്ന എന്നോട് ഇതുപോലെ തന്നെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ലൂസിക്ക് നല്ല ദേഷ്യം വന്ന്, ഇന്നാ നീ ചോദിച്ചു വാങ്ങിയതല്ലേ പിടിച്ചോ എന്ന് പറഞ്ഞ ആ ഒരു കത്തിയെടുത്ത് ആൻറ്റിയുടെ കഴുത്തിലേക്ക് കുത്തിയിറക്കി ആൻറ്റിയെ അവിടെ വെച്ച് തന്നെ കൊല്ലുകയും ചെയ്യാണ്. അത് കഴിഞ്ഞ് നടന്ന എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ കാണുകയും ചെയ്തു. അതോടെ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു കേസ് നമ്മുടെ ഹീറോയുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് അവൻ കണ്ടുപിടിക്കുകയും ചെയ്തു. അതേസമയം ആ ഒരു വേസ്റ്റ് കിടക്കുന്ന സ്ഥലത്ത് നിന്നും ലൂസിയുടെ മുടിയുള്ള ആ ഒരു എലിയുടെ കൂടാണെങ്കിലും അവർ കണ്ടുപിടിക്കുകയും ചെയ്തു. പക്ഷെ അത് വെച്ച് നമ്മുടെ ലൂസി അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ലൂസിയായിട്ട് തന്നെ ചെന്ന് കീഴടങ്ങുമായിരുന്നു. അതേസമയം ഇത്രയും വലിയൊരു കേസ് കണ്ടുപിടിച്ച നമ്മുടെ ഹീറോയുടെ മുഖത്താണെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ ഭാവ വ്യത്യാസം പോലും ഇല്ലാതെ അടുത്ത കേസിന് വേണ്ടി താൻ വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുണ്ടായിരുന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നതുവരെയും ബൈ.